എൻസൈക്ലോവിങ്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എവർക്കും സ്വാഗതം. ഈ വീഡിയോയിലൂടെ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് LPGയുടെ ഗ്യാസ് ഇൻഷുറൻസുമായി ബന്ധപ്പെടുത്തിയുള്ള ചില പ്രധാനപ്പെട്ട വിശദാംശങ്ങളാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. നമ്മുടെ വീഡിയോ സാധ്യമായി കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ ആദ്യമേ തന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് വിശദാംശങ്ങളിലേക്ക് കടക്കാം. ഇൻഷുറൻസ് പ്രീമിയമായിട്ട് നയാ പൈസ പോലും നമുക്ക് അടയ്ക്കുന്നില്ല എങ്കിൽ പോലും നമുക്ക് 50 ലക്ഷം രൂപയുടെ ഇൻഷുറൻസ് ലഭിക്കുന്നതാണ്. LPG ഇൻഷുറൻസ് ആണിത്. അതായത് വീട്ടിലോ സ്വന്തം സ്ഥാപനത്തിലോ ഗ്യാസ് കണക്ഷൻ എടുത്തിട്ടുള്ളവരെല്ലാം തന്നെ ഈ ഒരു പദ്ധതിയിൽ അംഗങ്ങളാക്കിയിട്ടുണ്ട്. പക്ഷേ നമ്മുടെ സമൂഹത്തിലെ 95% ആളുകൾക്കും ഇതിനെക്കുറിച്ച് അറിവില്ല എന്നതാണ് സത്യം. LPG കണക്ഷൻ എടുക്കുമ്പോൾ ആ ഒരു സമയം മുതൽ ആ ഒരു വ്യക്തി ഇൻഷുറൻസ് പദ്ധതിയിൽ അംഗങ്ങളായിരിക്കുന്നതാണ്. പബ്ലിക് ലയബിലിറ്റി പോളിസിയുടെ ഭാഗമായിട്ടാണ് ഓയിൽ കമ്പനികൾ ഇൻഷുറൻസ് വാഗ്ദാനം ചെയ്യുന്നത്. LPG സിലിണ്ടർ മൂലം ഉണ്ടാകുന്ന അപകടങ്ങൾക്ക് മാത്രമാണ് ഈ ഒരു ഇൻഷുറൻസ് പരിരക്ഷ ലഭിക്കുന്നത്. അതായത് അപകടം ഉണ്ടാകുവാൻ പ്രധാനപ്പെട്ട കാരണക്കാരൻ ഗ്യാസ് ആയിരിക്കും. പ്രധാനമായിട്ടും അല്ലാത്ത മറ്റേതെങ്കിലും തരത്തിൽ ഉണ്ടാകുന്ന അപകടങ്ങളിൽ ഗ്യാസ് സിലിണ്ടർ അകപ്പെട്ടാൽ ഇൻഷുറൻസ് ലഭിക്കുന്നതല്ല. നിങ്ങളുടെ ഗ്യാസ് ഏജന്റിനെ സമീപിച്ചാൽ ഇൻഷുറൻസ് സംബന്ധിച്ചുള്ള മറ്റ് വിശദാംശങ്ങളൊക്കെ തന്നെ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. ഒരു അപകടം സംഭവിച്ചാൽ അതിന് പരമാവധി 50 ലക്ഷം രൂപയാണ് പരിരക്ഷ ലഭിക്കുന്നത്. ഈ ഒരു അപകടത്തിന്റെ വ്യാപ്തി, അതോടൊപ്പം തന്നെ അപകടം മൂലം നമുക്ക് ഉണ്ടാകുന്ന കഷ്ടനഷ്ടങ്ങൾ എന്നിവയെല്ലാം തന്നെ പരിഗണിച്ച് മാത്രമേ നൽകേണ്ട തുക എത്രയെന്ന് തീരുമാനിക്കുകയുള്ളൂ. ഇത്തരത്തിൽ ആരെങ്കിലും മരണപ്പെട്ടാൽ ആ മരണപ്പെട്ട വ്യക്തിയുടെ ആശ്രിതർക്ക് 50 ലക്ഷം രൂപ ആണ് ലഭിക്കുന്നത്. അപകടത്തിൽ പരിക്കേറ്റ് ചികിത്സയിൽ കഴിയേണ്ടി വന്നാൽ 30 ലക്ഷം രൂപ വരെ പരിരക്ഷ ലഭിക്കുന്നതാണ്. എന്നാൽ ഒരു വ്യക്തിക്ക് പരമാവധി 2 ലക്ഷം രൂപ വരെ മാത്രമായിരിക്കും ഇതൊന്നുമില്ലാതെ അടിയന്തരമായിട്ടുള്ള ചികിത്സാ സഹായമായിട്ട് ലഭിക്കുന്നത്. ആളൊന്നിന് പരമാവധി 25,000 രൂപയായിരിക്കും ഈ ഇനത്തിൽ ലഭിക്കുന്നത്. ആളുകൾക്കുണ്ടാകുന്ന പരിക്കുകളോടൊപ്പം തന്നെ വസ്തുവകകൾക്കുണ്ടാകുന്ന നാശനഷ്ടങ്ങൾക്കും പരിരക്ഷ ലഭിക്കുന്നതാണ്. അംഗീകൃത ഗ്യാസ് ഏജൻസിയിൽ നിന്ന് വാങ്ങിയ ഗ്യാസ് സിലിണ്ടർ മൂലം ഉണ്ടാകുന്ന അപകടങ്ങളാണ് എങ്കിൽ നാശനഷ്ടങ്ങൾക്ക് പരമാവധി 2 ലക്ഷം രൂപയാണ് ലഭിക്കുന്നത്. സിലിണ്ടറുകൾ പൊട്ടിത്തെറിക്കുകയോ അല്ലെങ്കിൽ ഗ്യാസ് ലീക്ക് മൂലമൊക്കെ ഉണ്ടാകുന്ന അഗ്നിവാതക ചോർച്ച മുഖേനയോ ഇൻഷുറൻസ് ക്ലെയിം ചെയ്യാവുന്നതാണ്. പ്രധാനമായിട്ടും നിങ്ങൾക്ക് എവിടെ നിന്നാണോ ഈ ഒരു ഇൻഷുറൻസ് ഗ്യാസ് കണക്ഷൻ നമുക്ക് എടുത്തിരിക്കുന്നത്, ഇതേ പരിസരത്ത് വച്ച് തന്നെ ആയിരിക്കേണ്ടതാണ് അപകടങ്ങൾ സംഭവിക്കേണ്ടത്. എങ്കിൽ മാത്രമേ നമുക്കിവിടെ ക്ലെയിം ചെയ്യുവാനായിട്ട് സാധിക്കുകയുള്ളൂ. ട്യൂബ്, റെഗുലേറ്റർ, അടുപ്പ് എന്നിവ ISI മുദ്ര ഉണ്ടായിരിക്കേണ്ടതാണ് എന്നിവയും നിബന്ധനയുണ്ട്. അപ്പോൾ ഈ വിവരങ്ങൾ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കും മറ്റ് ഗ്രൂപ്പുകളിലേക്കും കൂടെ ഷെയർ ചെയ്യുക. നമുക്ക് തുടർന്നും വിജ്ഞാനപരമായിട്ടുള്ള മറ്റ് വീഡിയോസും ആനുകാലിക വിവരങ്ങളുമായിട്ട് വീണ്ടും കാണാം. അതുവരെ ഗുഡ് ബൈ.